നമസ്കാരം. ദേവേന്ദ്രൻ മുസുകുന്ദ ചക്രവർത്തിക്ക് സമ്മാനമായി കൊടുത്ത സ്വയംഭൂവായ ചെറിയ മർദ്ദക ശിവലിംഗം ദർശിച്ചാൽ സ്വർഗം നിശ്ചയം എന്നും അകാല മരണം ഉണ്ടാവില്ല എന്നും സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്ന സപ്തവിടംഗ ക്ഷേത്രങ്ങളിൽ ഒന്നായ തിരുവായ്മൂർനാഥ ക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு വായ്മൂർനാഥർ തിരുക്കോവിൽ, തിരുവായ്മൂർ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ നാഗപട്ടണം ജില്ലയിൽ തിരുവാരൂർ വേദാരണ്യം വഴിയിൽ തിരുക്കുവളയിൽ നിന്നും 5 കിലോമീറ്റർ ദൂരത്തായി തിരുവായ്മൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീപരമേശ്വരൻ വായ്മൂർനാഥർ എന്ന നാമത്തിലും ശ്രീ പാർവതി ക്ഷീരോപവസനി, പാലിനും നന്മൊഴിയാൾ എന്നീ നാമങ്ങളിലും അരുൾ ചൊരിയുന്നു. പ്രധാനമായും ത്യാഗരാജരുടെ സപ്തവിടംഗ സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. കാവേരി നദിയുടെ തെക്ക് കരയിലുള്ള 276 പ്രശസ്ത ശിവക്ഷേത്രങ്ങളിൽ 124-ാമത്തേതും ദേവാരംപാടിൽ ഉൾപ്പെട്ടിട്ടുള്ള 274 ശിവക്ഷേത്രങ്ങളിൽ 241-ാമത്തേതുമാണ് ഈ ക്ഷേത്രം. പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരിൽ അപ്പർ, സമ്പന്തർ എന്നിവരും വള്ളലാറും ഭഗവാനെപ്പറ്റി പതികം പാടിയിട്ടുണ്ട്. അപ്പർ സ്വാമികളും തിരുജ്ഞാന സമ്പന്തരും വേദാരണ്യം തിരുമറക്കാടർ ശിവക്ഷേത്രത്തിൽ തങ്ങിയിരുന്നപ്പോൾ ഒരു രാത്രി അപ്പർ സ്വാമികളുടെ സ്വപ്നത്തിൽ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് നാം തിരുവായ്മൂരിലുണ്ട് വാ എന്ന് പറഞ്ഞതും രാത്രി തന്നെ അപ്പർ തിരുവായ്മൂരിലേക്ക് പുറപ്പെട്ടു. ശിവഭഗവാൻ കളിയായി അവിടെ മറഞ്ഞു നിന്നു. അപ്പർ സ്വാമികൾ ഇങ്ങോട്ട് പുറപ്പെട്ടതറിഞ്ഞ് തിരുജ്ഞാന സമ്പന്നരും ഇവിടെ എത്തി. അപ്പർക്ക് ശിവഭഗവാന്റെ സന്നിധി കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. വിനായകരെ പ്രാർത്ഥിച്ചപ്പോൾ വിരൽ ചൂണ്ടി അടയാളം കാണിച്ച വിരൽകാട്ടി വിനായകർ ക്ഷേത്രത്തിലുണ്ട്. അപ്പർ സ്വാമികളും തിരുജ്ഞാന സമ്പന്നരും ചേർന്ന് പതികങ്ങൾ പാടിയപ്പോൾ ഭഗവാൻ ഇരുവർക്കുമായി ദർശനം കൊടുത്ത ക്ഷേത്രമാണ് തിരുവായ്മൂർ വായ്മൂർനാഥർ ക്ഷേത്രം. ഇരുവർക്കും ഭഗവാൻ വടാരണ്യേശ്വരരായി ദർശനം കൊടുത്ത സന്നിധി ക്ഷേത്രത്തിലുണ്ട്. സൂര്യൻ, ബ്രഹ്മാവ്, ഇന്ദ്രൻ, ദേവന്മാർ, വാൺമീകനാഥർ എന്നിവർ ഇവിടെ ശിവഭഗവാനെ പൂജിച്ചതായി ഐതിഹ്യമുണ്ട്. സൂര്യൻ ഇവിടെ തീർത്ഥം സൃഷ്ടിച്ച് ഭഗവാനെ പൂജിച്ച് ശാപം മാറ്റിയതായി പറയപ്പെടുന്നു. പങ്കുനി മാസം 12, 13 തീയതികളിൽ സൂര്യൻ തന്റെ കിരണങ്ങളാൽ ഭഗവാന് അർച്ചന ചെയ്യുന്നു. താരകാസുരന്റെ ഉപദ്രവത്താൽ ഇന്ദ്രനും ദേവന്മാരും പർവ്വകളുടെ രൂപത്തിൽ ഇവിടെ എത്തി തീർത്ഥത്തിൽ നീരാടി ഭഗവാനെ പൂജിച്ചതായും ഐതിഹ്യമുണ്ട്. വായ്മ എന്നാൽ തമിഴിൽ സത്യം എന്നാണ് അർത്ഥം. സത്യസന്ധരായ ആളുകൾ നിറഞ്ഞ ഈ പ്രദേശം തിരുവായ്മ ഊർ എന്നും കാലക്രമേണ പുരാണത്തിൽ ലീലാഹാസ്യപുരം എന്ന ഈ സ്ഥലം തിരുവായ്മൂർ എന്നുമായി മാറി. സപ്തവിടംഗ മൂർത്തിയുള്ള കോവിലുകളിൽ ഒന്നാണ് തിരുവായ്മൂർ വായ്മൂർനാഥർ ക്ഷേത്രം. ശ്രീമന്നാരായണൻ തന്റെ മാറിടത്തിൽ വെച്ച് പൂജിച്ചതും ദേവേന്ദ്രന്റെ കൈവശമിരുന്നതുമായ ചെറിയ മർദ്ദക ശിവലിംഗമാണ് വിടംഗമൂർത്തി. വിടംഗം എന്നാൽ ഉളി തൊടാത്ത സ്വയംഭൂ ശിവലിംഗം എന്നാണ് അർത്ഥം. സപ്തവിടംഗ മൂർത്തികൾ ഭൂമിയിലേക്ക് വരാൻ കാരണമായ ഐതിഹ്യം ഇങ്ങനെയാണ്. ശിവഭഗവാൻ സ്വർഗത്തിൽ കുടികൊള്ളുന്ന രൂപമാണ് വിടംഗം എന്ന ശിവലിംഗ വടിവം. ഇന്ദ്രൻ ഒരു നാൾ ഈ ശിവലിംഗം കണ്ട് ഇത് തനിക്ക് വേണമെന്ന് ശിവഭഗവാനോട് യാചിച്ചു. സുഖഭോഗ ജീവിതം നിറഞ്ഞ ഇന്ദ്രലോകത്തിൽ ഈ ശിവലിംഗം വെച്ച് പൂജ ചെയ്യുന്നത് കഠിനമാണ് എന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ ഇന്ദ്രൻ വാശി പിടിച്ച് ഈ ശിവലിംഗം വാങ്ങിക്കൊണ്ടുപോയി. പക്ഷേ ഇന്ദ്രലോകത്തിൽ നല്ല മുറയിൽ പൂജിച്ചു വന്നു. ശിവഭഗവാൻ ഈ ശിവലിംഗം ഭൂമിയിൽ വേണം എന്ന് ആഗ്രഹിച്ചു. ആ കാലഘട്ടത്തിൽ ഭൂലോകം ഭരിച്ചു വന്നിരുന്ന ഒരു ചോഴരാജാവാണ് മുസുകുന്ദ ചക്രവർത്തി. ആ സമയങ്ങളിൽ കാടുകളിൽ നിന്ന് മൃഗങ്ങളുടെ ഒരുപാട് ശല്യം നാട്ടുകാർക്ക് അനുഭവിക്കേണ്ടി വന്നതിനാൽ മുസുകുന്ദ ചക്രവർത്തി പടയോടൊപ്പം വേട്ടയ്ക്കിറങ്ങുക പതിവായിരുന്നു. ഒരു നാൾ വേട്ട കഴിഞ്ഞ് രാജാവ് കാവേരി നദിക്കരയിലെത്തിയപ്പോൾ കുറച്ച് ഋഷിമാർ ആ വഴി വന്നു. ശിവരാത്രി പൂജയ്ക്കായി വില്വാരണ്യം എന്ന സ്ഥലത്തേക്ക് പോവുകയായിരുന്നു അവർ. ശിവരാത്രി ദിവസം മൃഗങ്ങളെ വേട്ടയാടുന്നത് ശാസ്ത്രം അനുവദിക്കുന്നില്ല. അതിനാൽ മനപ്രയാസപ്പെട്ട രാജാവ് രാജഋഷി പോലെ വേഷം ധരിച്ച് അവരുടെ കൂടെ പൂജയ്ക്ക് പോയി. തെറ്റിൽ പശ്ചാത്തപിച്ച അദ്ദേഹത്തിന് ശിവഭഗവാൻ ദർശനം കൊടുത്തു. ഇന്ദ്രന്റെ അടുത്തുള്ള വിടംഗമൂർത്തിയെ എങ്ങനെയെങ്കിലും വാങ്ങി ഭൂമിയിൽ വഴിപാടിന് ഉപയോഗിക്കണം എന്ന് ഭഗവാൻ മുസുകുന്ദനോട് നിർദ്ദേശിച്ചു. ആ സമയത്ത് ദേവലോകത്തിന് ഭീഷണിയായി വാലാസുരൻ എന്ന അസുരൻ ഉണ്ടായിരുന്നതിനാൽ ഈ അസുരനെ കൊല്ലുന്നവർക്ക് ഐരാവതവും വെൺകൊറ്റക്കൊടിയും ഒഴിച്ച് എന്തും നൽകാമെന്ന് ഇന്ദ്രൻ വിളംബരം ചെയ്തിരുന്നു. വാലാസുരനെ കൊന്ന് ത്യാഗരാജമൂർത്തിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ഭഗവാൻ ഉപദേശിച്ചപ്പോൾ അത് സമ്മതിച്ച് ബുദ്ധിമാനായ മുസുകുന്ദ ചക്രവർത്തി ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞു: വിടംഗം പോലെ വേറെ ഒന്ന് ഇന്ദ്രൻ തന്ന് ചതിക്കാൻ സാധ്യതയുള്ളതിനാൽ വിടംഗമൂർത്തി എങ്ങനെയുണ്ടാവും എന്ന് ഭഗവാൻ എനിക്ക് കാണിച്ചു തരണം. ശിവഭഗവാൻ ത്യാഗരാജമൂർത്തിയെ കാണിച്ചപ്പോൾ ചക്രവർത്തിയും ഋഷിമാരുമല്ലാതെ ആ സൂര്യകോടി പ്രഭയിൽ ദേവലോകം വരെ അവിടെ എത്തി എന്നാണ് ഐതിഹ്യം. മനസ്സ് നിറഞ്ഞ മുസുകുന്ദ ചക്രവർത്തി ഭഗവാനെ അങ്ങ് ഭൂമിയിൽ കുടികൊണ്ടാലും അങ്ങേക്കായി ഞാൻ കോവിൽ നിർമ്മിക്കാം എന്ന് പറഞ്ഞെന്നാണ് കഥ. പിന്നീട് ദേവേന്ദ്രന്റെ ക്ഷണപ്രകാരം ദേവലോകത്ത് യുദ്ധത്തിൽ പങ്കെടുത്ത് മുസുകുന്ദ ചക്രവർത്തി വാലാസുരനെ വധിച്ചപ്പോൾ ഇന്ദ്രൻ ചക്രവർത്തിയോട് സമ്മാനമായി എന്തെങ്കിലും ചോദിച്ചുകൊള്ളാൻ പറഞ്ഞു. ചക്രവർത്തി ദേവേന്ദ്രൻ ദിനവും പൂജിക്കുന്ന ത്യാഗരാജമൂർത്തിയെയാണ് ആവശ്യപ്പെട്ടത്. ഇത്രയും അമൂല്യമായ മർദ്ദക ശിവലിംഗം ഭൂമിയിലേക്ക് കൊടുത്തുവിടുന്നതിൽ ഇന്ദ്രന് മനപ്രയാസമുണ്ടായി ചക്രവർത്തിയോട് പിറ്റേന്ന് വരാൻ ആവശ്യപ്പെട്ടു. പിറ്റേന്ന് മുസുകുന്ദ ചക്രവർത്തി വരുമ്പോഴേക്കും ദേവശില്പി വിശ്വകർമാവിനോട് പറഞ്ഞ് അതുപോലെ തോന്നിക്കുന്ന 6 മർദ്ദക ശിവലിംഗം തയ്യാർ ചെയ്ത് 7 വെച്ച് അതിൽ ശരിയായത് തിരഞ്ഞെടുക്കാൻ നിർദ്ദേശിച്ചു. തീവ്ര ശിവഭക്തനായിരുന്ന ചക്രവർത്തി ശിവഭഗവാനെ പ്രാർത്ഥിച്ചതും ശിവലിംഗങ്ങളിൽ ഒന്നിൽ നിന്നും ചെങ്കഴുനീർ പൂവാസന വന്നപ്പോൾ മുസുകുന്ദ ചക്രവർത്തി അത് തിരഞ്ഞെടുത്തു. മുസുകുന്ദന്റെ ഭക്തിയിൽ പ്രസാദിച്ച് മറ്റൊന്നും പറയാനാവാതെ ഇന്ദ്രൻ 7 ശിവലിംഗങ്ങളും ഭൂമിയിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ അനുവാദം കൊടുത്തു.
പാലാഴിയിൽ നിന്ന് കണ്ടെടുത്ത മരങ്ങൾ കൊണ്ട് നിർമ്മിച്ച ആഴിത്തേരിൽ വെച്ച് മുസുകുന്ദ ചക്രവർത്തി വിടംഗമൂർത്തികളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് തിരുവാരൂരിന് ചുറ്റുമുള്ള 7 ക്ഷേത്രങ്ങളിൽ ഈ ശിവലിംഗങ്ങൾ സ്ഥാപിച്ചു. ഈ ക്ഷേത്രങ്ങളിലെല്ലാം ശിവഭഗവാന് ത്യാഗരാജ സന്നിധി ഉണ്ടായിരിക്കും. അവിടെയാണ് ഈ ദിവ്യ ശിവലിംഗം വെച്ചിരിക്കുന്നത്. കലിയുഗ ഭക്തർക്കായി അങ്ങനെ ഭഗവാൻ ഇവിടെ കുടികൊണ്ടു എന്നാണ് പറയുന്നത്. ഈ മർദ്ദക ശിവലിംഗങ്ങൾക്കെല്ലാം തന്നെ ഓരോ പേരും നടനവുമുണ്ട്. നടനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്രീമൻ മഹാവിഷ്ണുവിന്റെ ശ്വാസഗതിക്കനുസരിച്ച് ശിവഭഗവാൻ മാറിടത്തിൽ നടനം ചെയ്തതാണ്. ക്ഷേത്രത്തിൽ ഉത്സവത്തിൽ പൂജാരിമാർ വിടങ്കരെ പല്ലക്കിൽ വെച്ച് ഒരു പ്രത്യേക രീതിയിൽ ഊഞ്ഞാലാട്ടുന്നതാണ് നടനം. വിടങ്കമൂർത്തികളെ കൊണ്ടുവന്ന ആഴിത്തേരിന്റെ പ്രത്യേകതയെക്കുറിച്ചും എന്തുകൊണ്ട് ദേവേന്ദ്രൻ ദേവലോകത്ത് അത്രയും പേരുണ്ടായിരുന്നിട്ടും മുസുകുന്ദ ചക്രവർത്തിയെ തന്നെ ഭൂമിയിൽ നിന്ന് പടയോടൊപ്പം യുദ്ധത്തിന് ക്ഷണിച്ചു എന്നതെല്ലാം തിരുവാരൂർ വീഡിയോയിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. സപ്തവിടങ്ക ക്ഷേത്രങ്ങൾ ഇവയാണ്: തിരുവാരൂർ ത്യാഗരാജസ്വാമി ക്ഷേത്രം വീതി വിടങ്കർ അജപ നടനം, നാഗപട്ടണം കയരോഹണേശ്വര ക്ഷേത്രം സുന്ദര വിടങ്കർ വീതി നടനം, തിരുക്കാരവാസൽ കണ്ണായിരമുടയാർ ക്ഷേത്രം ആദി വിടങ്കർ കുക്കുട നടനം, തിരുക്കുവളെ ബ്രഹ്മപുരീശ്വര ക്ഷേത്രം അവനി വിടങ്കർ ബൃംഗ നടനം, തിരുനള്ളാർ ദർബാരണ്യേശ്വര ക്ഷേത്രം നഗരവിടങ്കർ ഉന്മത്ത നടനം, വേദാരണ്യം വേദഗിരീശ്വര ക്ഷേത്രം ഭുവനി വിടങ്കർ ഹംസപദ നടനം, തിരുവായ്മൂർ വൈമൂർനാഥർ ക്ഷേത്രം നീലവിടങ്കർ കമല നടനം. 2000 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും ഏകദേശം 2 ഏക്കർ വിസ്തീർണമുള്ളതും കിഴക്ക് ദർശനമായ 3 നില രാജഗോപുരത്തോടും ഒരു പ്രകാരത്തോടും കൂടി കാണപ്പെടുന്ന തിരുവായ്മൂർ വായ്മൂർനാഥർ ക്ഷേത്രം 70 മാടക്കോവിലുകൾ നിർമ്മിച്ച കോച്ചൻകൻ ചോഴൻ പുനർനിർമ്മാണം ചെയ്തതായാണ് കണക്കാക്കുന്നത്. പിന്നീട് ഭരിച്ച പാണ്ഡ്യരും വിജയനഗര സാമ്രാജ്യ അധിപതികളും ക്ഷേത്രത്തിനായി ധാരാളം തിരുപ്പണികൾ ചെയ്തിട്ടുണ്ട്. ചരിത്രകാരന്മാർ ക്ഷേത്രത്തിൽ നിന്നും കണ്ടെടുത്ത ശിലാഫലകങ്ങളിൽ തിരുവൈമൂർ ഉടയ നായനാർ എന്നും തിരുവൈമൂർ ഉടയാർ എന്നിങ്ങനെയുമാണ് ഭഗവാന്റെ നാമം രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാജഗോപുരം കടന്ന് അകത്ത് പ്രവേശിച്ചാൽ കൊടിമരം, ബലിപീഠം, നന്ദി ഭഗവാൻ. ക്ഷേത്രത്തിനെതിരിൽ ക്ഷേത്രതീർത്ഥം. കാശിയിലെ പോലെ അഘോര ഭൈരവർ, ഉദ്ദണ്ഡ ഭൈരവർ, ബാലഭൈരവർ, ആനന്ദ ഭൈരവർ, ഗുരുഭൈരവർ, ചന്ദഭൈരവർ, ക്രോധന ഭൈരവർ, കപാല ഭൈരവർ എന്നിങ്ങനെയുള്ള അഷ്ടഭൈരവർ ഇവിടെ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. എന്നാൽ ഇന്ന് 4 ഭൈരവർ മാത്രമാണുള്ളത്. ബാക്കി 4 ദണ്ഡുകൾ സൂക്ഷിച്ചിരിക്കുന്നു. ഇന്ദ്രന്റെ പുത്രൻ ജയന്തൻ ഇവിടെ ഭൈരവരെ പൂജിച്ച് ശാപം മാറ്റിയ ഐതിഹ്യത്താൽ ചിത്രമാസം ആദ്യ ദിവസം പ്രത്യേകം ജയന്തൻ പൂജ നടക്കുന്നു. അന്നേ ദിവസം ജയന്തൻ വന്ന് പൂജ നടത്തുന്നു എന്നാണ് വിശ്വാസം. കൃഷ്ണപക്ഷ അഷ്ടമി ദിവസങ്ങളിൽ മാസം തോറും നടത്തുന്ന അഷ്ടമി പൂജയിൽ ഭക്തർ പങ്കെടുത്താൽ മനസ്സിലുള്ള ഭയം നീങ്ങി സമാധാനം സിദ്ധിക്കും എന്നാണ് പറയുന്നത്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഋഷഭവാഹനത്തിലിരിക്കുന്ന ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. ഈ ക്ഷേത്രത്തിൽ നവഗ്രഹങ്ങളെല്ലാം ഒരേ വരിയിൽ നിൽക്കുന്നതിനാൽ കോൾ ലിംഗ ക്ഷേത്രം എന്നും നാമമുണ്ട്. കോൾ എന്നാൽ ഗ്രഹങ്ങൾ. നവഗ്രഹ ദോഷങ്ങൾ മാറാനും പ്രശസ്തമാണ് ഈ ക്ഷേത്രം. മൂലവർ സന്നിധിക്ക് തെക്ക് വശത്താണ് ത്യാഗരാജ സന്നിധി. ഇവിടെയാണ് മുസുകുന്ദ ചക്രവർത്തി ഭൂമിയിലേക്ക് കൊണ്ടുവന്ന സപ്തവിടങ്ക മൂർത്തികളിൽ ഒന്നായ മർദ്ദക ശിവലിംഗം ഇരിക്കുന്നത്. ഭഗവാൻ നീലവിടങ്കർ എന്നും നടനം കമല നടനം എന്നും അറിയപ്പെടുന്നു. കമല നടനം എന്നാൽ താമരപ്പൂ കാറ്റിലാടുന്നത് പോലെയുള്ള നടനമാണ്. ഭഗവാന്റെ സിംഹാസനം രത്നസിംഹാസനം. രാവിലെ 6 മണിക്കും വൈകുന്നേരം 6 മണിക്കും മർദ്ദക ശിവലിംഗത്തിന് പ്രത്യേകം അഭിഷേകങ്ങൾ നടക്കുന്നു. അല്ലാത്ത സമയം വെള്ളിപ്പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കും. പൂജാരിയോട് ചോദിച്ചാൽ കാണിച്ചു തരും. ഇത് ദർശിച്ചാൽ സ്വർഗം നിശ്ചയം എന്നാണ് പുരാണങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നത്. അകാല മരണം ഒരിക്കലും ഉണ്ടാവില്ല എന്നും പറയുന്നു. ദേവേന്ദ്രൻ പൂജിച്ചതായി പറയുന്ന വിടങ്കമൂർത്തി തിരുവാരൂർ ക്ഷേത്രത്തിലാണ് ഉള്ളത്. ദ്വാരപാലകർ കാവൽ നിൽക്കുന്ന പ്രധാന കരുവറയിൽ മൂലവർ ശിവഭഗവാൻ വായ്മൂർനാഥർ എന്ന നാമത്തിൽ സ്വയംഭൂ ശിവലിംഗമായി കിഴക്ക് ദർശനമായി കുടികൊള്ളുന്നു. ശ്രീ പാർവതി പാലിനും നന്മൊഴിയാൾ എന്ന നാമത്തിൽ പ്രത്യേകം സന്നിധിയിൽ കിഴക്ക് ദർശനമായി ഇരുകരങ്ങളിൽ താമരപ്പൂവോടെ നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. ഭഗവാനും ദേവിക്കും വസ്ത്രം ചാർത്തി നെയ്വിളക്ക് തെളിയിച്ചാൽ വിവാഹം, സന്താനം, തൊഴിൽ, വിദ്യാഭ്യാസം എന്നിവയിലെ തടസ്സങ്ങൾ മാറുമെന്നാണ് വിശ്വാസം. ക്ഷേത്രപ്രകാരത്തിൽ മുഖ്യദേവതകളെ കൂടാതെ നാൽവർ, നവഗ്രഹങ്ങൾ, ഭൈരവർ, ശിവസൂര്യൻ, വിനായകർ, വള്ളിദേവയാനി സമേത സുബ്രഹ്മണ്യർ, മഹാലക്ഷ്മി, സത്യനാരായണി അമ്മൻ, ആവുടയാർ, ചന്ദ്രൻ എന്നിങ്ങനെയുള്ള ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം പ്ലാവ്. ക്ഷേത്രതീർത്ഥം സൂര്യതീർത്ഥം. ആഗമവിധി പ്രകാരമുള്ള 5 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. അമാവാസി, പ്രദോഷം എന്നിങ്ങനെയുള്ള പ്രധാന ദിവസങ്ങൾ കൂടാതെ വിനായക ചതുർത്ഥി, അന്നാഭിഷേകം, തൃക്കാർത്തിക, തൈപ്പൂയം, മാർഗഴി തിരുവാതിര, അഷ്ടമി, മഹാശിവരാത്രി, ഐപ്പശി മാസം 1-ാം തീയതി ത്യാഗരാജർക്ക് പ്രത്യേക അഭിഷേകങ്ങളും ക്ഷേത്രത്തിൽ നടക്കുന്നു. പൂജാസമയം രാവിലെ 6 മണി മുതൽ 11 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8:30 മണി വരെ. ഇവിടെ നിന്നും 8 കിലോമീറ്റർ ദൂരത്തിൽ കണ്ണായിരമുടയാർ ക്ഷേത്രവും 2 കിലോമീറ്റർ ദൂരത്തിൽ എട്ടുകുടി മുരുകൻ ക്ഷേത്രവുമുണ്ട്. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തിരുവാരൂരിൽ നിന്നും 28 കിലോമീറ്റർ, നാഗപട്ടണത്ത് നിന്ന് 20 കിലോമീറ്റർ, തിരുക്കുവളയിൽ നിന്ന് 5 കിലോമീറ്റർ, തിരുത്തുറപ്പൂണ്ടിയിൽ നിന്ന് 18 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുത്തുറപ്പൂണ്ടി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.